വിവാഹ പാർട്ടികൾക്ക് 3% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. വിവാഹാഭരണ സെറ്റ് 2.5 പവൻ മുതൽ. പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം. അലിസൺ ഗോൾഡൻ ഡയമണ്ട്സ്. തവണകളായി പണമടിച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. 1000 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ്. ഓരോ മാസവും നറുക്കെടുപ്പ്. ഈ പദ്ധതിയിൽ അംഗമാകാൻ 8078599900 എന്ന നമ്പറിൽ ഉടൻ മിസ് കോൾ ചെയ്യൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്. കഥകളിയിലെ രൗദ്രതാമസ വേഷങ്ങൾക്ക് തനതായ മിഴിവും വ്യക്തിത്വവും നൽകിയ പ്രശസ്ത കഥകളി ആചാര്യൻ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയുടെ 5ാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള നെല്ലിയോട് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ആഗസ്റ്റ് 2 ഞായറാഴ്ച വണ്ടൂർ TK ഗാർഡനിൽ വെച്ച് നടക്കും. അനുസ്മരണ സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഉച്ചയ്ക്ക് 2 മണിക്ക് പീശപ്പള്ളി രാജീവ് നയിക്കുന്ന നളചരിതത്തെ ആസ്പദമാക്കിയുള്ള കഥകളി സോദാഹരണ ക്ലാസ് നടക്കും. വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ നെല്ലിയോട് അനുസ്മരണ സമിതി രക്ഷാധികാരി K രവികുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പ്രശസ്ത കലാനിരൂപകൻ PM നാരായണൻ നെല്ലിയോട് അനുസ്മരണ പ്രഭാഷണം നടത്തും. നെല്ലിയോടിന്റെ ശിഷ്യർ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ആടോപതാണ്ഡവം പുരസ്കാരം പ്രസിദ്ധ കഥകളി കലാകാരൻ ചാത്തന്നൂർ കൊച്ചുനാരായണ പിള്ളയ്ക്ക് സമർപ്പിക്കും. 25,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം. നെല്ലിയോട് അനുസ്മരണ സമിതിയുടെ അമരക്കാരനായിരുന്ന അന്തരിച്ച മനോജ് പുല്ലൂരിന്റെ ഓർമ്മയ്ക്കായി ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയ മനോമുദ്ര പുരസ്കാരം പ്രശസ്ത യുവ കഥകളി ഗായകൻ സദനം ജ്യോതിഷ് ബാബുവിന് നൽകും. 10,000 രൂപയും ശില്പവുമാണ് പുരസ്കാര തുക. സമ്മേളനത്തിന് ശേഷം പ്രശസ്ത കലാകാരന്മാരായ സദനം കൃഷ്ണൻകുട്ടി, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവർ അണിനിരക്കുന്ന കല്യാണ സൗഗന്ധികം കഥകളി അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കൺവീനർ പ്രദീപ് തെന്നാട്, ശ്രീ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി, അദ്ദേഹം കഥകളി ലോകത്ത് സുവർണതാടി വേഷങ്ങൾ, അതായത് രൗദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കഥകളി ലോകത്തിൽ ധാരാളം വേഷങ്ങൾ ചെയ്യുകയും അവാർഡ്, അതായത് കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേന്ദ്ര നാടക സംഗീത അക്കാദമി അവാർഡൊക്കെ നേടിയ ആളാണ്. അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ 5 വർഷമായി. നമ്മുടെ വണ്ടൂർ സ്വദേശിയാണ്. കർമ്മം കൊണ്ട് അദ്ദേഹം തിരുവനന്തപുരംകാരനായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നമ്മുടെ വണ്ടൂര് തന്നെയാണ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ അടക്കിയത്. അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് ഈ 5 വർഷവും അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണം എന്ന രീതിയിൽ, നെല്ലിയോട് അനുസ്മരണം എന്ന രീതിയിൽ വണ്ടൂരിൽ വെച്ച് അനുസ്മരണ സമ്മേളനം നടത്താറുണ്ട്. ഈ അനുസ്മരണ സമ്മേളനം വണ്ടൂരിൻ്റെ സാംസ്കാരിക രംഗത്ത് നല്ല ഒരു പരിപാടിയായി മാറിയിട്ടുണ്ട്. വിവിധ സാംസ്കാരിക പ്രവർത്തകർ, കേരളത്തിലുടനീളമുള്ള വിവിധ കഥകളി കലാകാരന്മാർ, ഇവരെല്ലാം ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള ഒരു അനുസ്മരണ പരിപാടിയാണ് ഞങ്ങൾ എല്ലാ വർഷവും നടത്താറുള്ളത്. ഇത് 5ാം വർഷമാണ്. ഈ വർഷവും ഈ അനുസ്മരണ സമ്മേളനം ആഗസ്റ്റ് 2 തീയതി ഞായറാഴ്ച വണ്ടൂർ TK ഗാർഡനിൽ വെച്ച് നടത്തുകയാണ്. വണ്ടൂരിലെ ജനപ്രിയ നായകനും റവന്യൂ മന്ത്രിയുമായ ശ്രീ AP അനിൽകുമാർ, അദ്ദേഹം നെല്ലിയോട് അനുസ്മരണ സമിതിയുടെ രക്ഷാധികാരി കൂടിയാണ്. അദ്ദേഹമാണ് ഇത്തവണത്തെ മുഖ്യ അതിഥിയും മുഖ്യ ഉദ്ഘാടകനും. നെല്ലിയോട് അനുസ്മരണ സമിതിയുടെ മറ്റൊരു രക്ഷാധികാരി കൂടിയായ ശ്രീ K രവികുമാർ അനുസ്മരണ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നുണ്ട്. ഈ ഓരോ അനുസ്മരണ സമ്മേളനത്തിലും നെല്ലിയോടിൻ്റെ ശിഷ്യർ ഏർപ്പെടുത്തിയ ആടോപതാണ്ഡവം എന്ന് പറയുന്ന ഒരു പുരസ്കാരം മുതിർന്ന കഥകളി കലാകാരന്മാർക്ക് നൽകാറുണ്ട്. 25,000 രൂപയും ഒരു ഫലകവുമാണ് ഈ പുരസ്കാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുതിർന്ന കഥകളി കലാകാരന്മാർക്കാണ് കൊടുക്കാറുള്ളത്. ഈ വർഷം അത് പ്രസിദ്ധ മുതിർന്ന കഥകളി കലാകാരനായ ശ്രീ ചാത്തന്നൂർ കൊച്ചുനാരായണ പിള്ളയ്ക്കാണ് നൽകുന്നത്. അദ്ദേഹം കൊല്ലം സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ ഇത്രയും കാലം നെല്ലിയോട് അനുസ്മരണ സമിതിയുടെ സംഘാടനത്തിൽ ഞങ്ങളുടെയൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച കലാകാരനും കലാസംഘാടകനുമായ ശ്രീ മനോജ് പുല്ലൂർ, അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അന്തരിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ യുവ കഥകളി ഗായകന് മനോമുദ്ര എന്ന പേരിൽ 10,000 രൂപയുടെ ഒരു പുരസ്കാരം നൽകുന്നുണ്ട്. നമ്മുടെ വണ്ടൂർ സ്വദേശി കൂടിയായ ശ്രീ സദനം ജ്യോതിഷ് ബാബുവാണ് ഇത്തവണ മനോമുദ്ര പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. അപ്പോൾ ഈ 2 പുരസ്കാരവും, ആടോപതാണ്ഡവം പുരസ്കാരവും മനോമുദ്ര പുരസ്കാരവും ഈ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് ഇവർക്ക് സമർപ്പിക്കും. ഈ പരിപാടിക്ക് 3 ഭാഗങ്ങളാണുള്ളത്. അതിൽ
ആദ്യത്തേത് കഥകളി സോദാഹരണ ക്ലാസ് ആണ്. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും ഒക്കെ നളചരിത കഥകളി ആട്ടക്കഥ നളചരിതത്തിൻ്റെ ഒരു ഭാഗം പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഉണ്ണായി വാര്യർ എഴുതിയ നളചരിതത്തിനെ ആസ്പദപ്പെടുത്തിയുള്ള ഒരു കഥകളി ആസ്വാദന ക്ലാസ് അല്ലെങ്കിൽ കഥകളി പരിചയ ക്ലാസ് നമ്മൾ ഇത്തവണ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ, നാളത്തെ പരിപാടി ആയതുകൊണ്ട്, നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ പങ്കെടുക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് തൊട്ട്, സാധാരണ നമ്മുടെ അനുസ്മരണ സമ്മേളനം നമ്മളൊരു 4:30-5 മണിയോട് കൂടിയാണ് സാധാരണ ഇതിന് മുൻ വർഷങ്ങളൊക്കെ നടത്തിയത്. പക്ഷേ ഇപ്രാവശ്യം അതിൽ നിന്ന് വിഭിന്നമായി നമുക്ക് സമയം ലഭ്യമായതുകൊണ്ട് കുട്ടികളെ കൂടി ഉൾപ്പെടുത്തി ഈ പ്രദേശത്തുള്ള ഹൈസ്കൂൾ കുട്ടികൾ, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ കുറച്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്ത് ഓരോ സ്കൂളിൽ നിന്നും പങ്കെടുപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഉപകാരപ്രദമാവുന്ന ആസ്വാദകരമാവുന്ന രീതിയിൽ കഥകളിയെ കൂടുതൽ അറിയാൻ വേണ്ടി ഉതകുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സാണ്. ആ ക്ലാസ് നയിക്കുന്നത് പ്രസിദ്ധ കഥകളി കലാകാരനായിട്ടുള്ള പീശപ്പള്ളി രാജീവാണ്. പീശപ്പള്ളി രാജീവിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം അനവധി വർഷങ്ങളായിട്ട് കഥകളി ആർട്ടിസ്റ്റായിട്ട് അരങ്ങത്ത് ഒരുപാട് വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം കഥകളി എന്താ പറയുക ശില്പശാലകൾ അല്ലെങ്കിൽ കഥകളി പരിചയ ക്ലാസ്സുകൾ നടത്തി നല്ല പരിചയമുള്ള ആളുകളാണ്. ഏത് പ്രായത്തിൽപ്പെട്ട ആളുകളായിട്ട് സംവദിക്കാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള പ്രത്യേക കഴിവുള്ള ശ്രീ പീശപ്പള്ളി രാജീവിനാണ് ഈ ഡെമോൺസ്ട്രേഷൻ ലീഡ് ചെയ്യുന്നത്. ഇന്ന് കേരളത്തിലെ ഉള്ളതിൽ വെച്ച് വേഷം ചെയ്യുന്ന ഏറ്റവും മുതിർന്ന കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കഥകളിയാണ്. കല്യാണ സൗഗന്ധികം എന്ന ആട്ടക്കഥയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ മറ്റേ ആദ്യത്തെ ഭാഗം, അതായത് നമ്മൾ പൊതുവെ അരങ്ങത്ത് അത്ര തന്നെ കണ്ടുവരാത്ത ഒരു ശൗര്യഗുണം എന്ന് പറയുന്ന ഒരു ഭാഗം, അത് കഥകളി ഭാഷയിൽ ശൗര്യഗുണം എന്നാണ് ആ രംഗത്തിനെ പറയുന്നത്. ഭീമൻ ധർമ്മപുത്രരോട് പറയുന്ന, അതായത് കള്ളച്ചൂതിൽ തോറ്റ് വനവാസത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഭീമന്റെ രോഷം, ഭീമൻ ധർമ്മപുത്രരോട് പറയണം, അങ്ങയുടെ ഒരു വാക്ക് കിട്ടിയാൽ മതി, ഈ കൗരവന്മാരെ മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് നശിപ്പിച്ചോളാം, ദുര്യോധനെ ദുശാസൻ അടക്കുന്ന കൗരവന്മാരെ മുഴുവൻ നശിപ്പിക്കാൻ ഞാൻ ഒരാൾ മതി, അങ്ങയുടെ ഒരു വാക്കേ വേണ്ടൂ എന്നെല്ലാം പറയുന്ന ഒരു രംഗം. വളരെ സാങ്കേതിക, കഥകളിയുടെ ഭാഷയിൽ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സാങ്കേതിക പ്രാധാന്യമുള്ള ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു രംഗമാണ്. അത് അടക്കമുള്ള കല്യാണ സൗന്ദര്യമാണ് അവതരിപ്പിക്കപ്പെടുന്നത്. കിരൺ മേലടം, MS സാനു, കൈലാസ് പുല്ലൂർ എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.